US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗാസ സമാധാന പദ്ധതി ഹമാസ് അംഗീകരിക്കുമോ? ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് അതാണ്. പദ്ധതി ഹമാസ് നിരസിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ഗാസ സമാധാന പദ്ധതി ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്നും ഫലസ്തീൻ ജനതയുടെ താൽപ്പര്യങ്ങൾ അവഗണിക്കുന്നുവെന്നും ഒരു മുതിർന്ന ഹമാസ് നേതാവ് BBC പറഞ്ഞു. അതിനാൽ പദ്ധതി ഹമാസ് നിരസിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ട്രംപിൻ്റെ പദ്ധതിയുടെ ഒരു പ്രധാന വ്യവസ്ഥയാണ് ഹമാസിൻ്റെ നിരായുധീകരണം. ഇത് ഹമാസ് സമ്മതിക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന. ഗാസയിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ വിന്യസിക്കുന്നതിനും ഹമാസ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായി സൂചനയുണ്ട്. തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചകളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിൻ്റെ പദ്ധതി അംഗീകരിച്ചു. എന്നാൽ ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരണം നടത്തിയിട്ടില്ല. വൈറ്റ് ഹൗസ് നിർദ്ദേശം ഹമാസ് പഠിക്കുകയാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയ്ക്കകത്തും പുറത്തുമുള്ള ഗ്രൂപ്പിൻ്റെ നേതൃത്വം ചർച്ച ചെയ്യുകയാണെന്ന് ഹമാസ് ചർച്ചകളെക്കുറിച്ച് അറിവുള്ള ഒരു മുതിർന്ന പലസ്തീൻ ഉദ്യോഗസ്ഥൻ BBC പറഞ്ഞു. പ്രദേശത്തെ ഗ്രൂപ്പിൻ്റെ സൈനിക കമാൻഡറായ ഇസൽദിൻ അൽ ഹദ്ദാദ് വാഗ്ദാനം ചെയ്ത പദ്ധതി അംഗീകരിക്കുന്നതിന് പകരം പോരാട്ടം തുടരാൻ തീരുമാനിച്ചതായി സൂചനയുണ്ട്. ഗാസയ്ക്ക് പുറത്തുള്ള ഹമാസ് നേതാക്കൾക്ക് ബന്ധുക്കളുടെ മേൽ നേരിട്ടുള്ള നിയന്ത്രണമില്ല. അതിനാൽ അടുത്തിടെ നടന്ന ചർച്ചകളിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണെന്നാണ് BBC റിപ്പോർട്ടിൽ പറയുന്നത്. ഹമാസ് സമാധാന പദ്ധതി അംഗീകരിക്കാൻ 3-4 ദിവസം നൽകുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപിന് ഹമാസ് മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേൽ അറബ് നേതാക്കൾ പദ്ധതി അംഗീകരിച്ചെന്നും ഹമാസിൻ്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഹമാസിന് പ്രതികരിക്കാൻ ഏകദേശം 3-4 ദിവസങ്ങളുണ്ട്. ഹമാസ് പദ്ധതിയെ അംഗീകരിച്ചില്ലെങ്കിൽ വളരെ ദുഃഖകരമായൊരു അന്ത്യമായിരിക്കും ഉണ്ടാവുകയെന്നും ട്രംപ് ഭീഷണി മുഴക്കി. സമാധാന പദ്ധതിയിൽ ചർച്ചകൾക്കിടമുണ്ടോ എന്ന ചോദ്യത്തിന് അധികമൊന്നുമില്ല എന്നാണ് ട്രംപ് മറുപടി നൽകിയത്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരൊപ്പ് മാത്രമേ ഉള്ളൂ. അവർ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ആ ഒപ്പിന് വലിയ വില നൽകേണ്ടി വരും. അവർ സ്വന്തം നന്മയ്ക്കായി ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു.